കഴിഞ്ഞു. ഇനി എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്. മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമൊക്കെ രക്ഷപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുമെന്ന്. ഇതെങ്ങനെ സാധിക്കുന്നു? ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വന്നു. നിങ്ങൾ ഓർക്കും ഇതൊരു തമാശയാണ്, ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വരും. കിളവന്റെ കല്യാണം ആയതുകൊണ്ട് ആരെ അറിയിക്കാതെ പെട്ടെന്നൊരു കല്യാണം, എല്ലാം വിധിയുടെ വിള. ആരെ അറിയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞ കല്യാണം കഴിച്ച് ഈ പെണ്ണിന്റെ കഴുത്തിൽ താലി വെക്കണവരെ ഇത് ശരിക്കും സംഭവമാണോ എന്നുള്ളൊരു ഡൗട്ടിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ സീരിയസ്ലി. അപ്പം ആ സംഭവം താലി വെച്ചതിന് ശേഷമാണ് ഞാൻ എന്താണ് ഇപ്പൊ ഇത്രയും സംസാരിക്കണമെങ്കിൽ എനിക്ക് എനർജി ഉള്ളത്. ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്താ പറ്റിയെന്ന്. പക്ഷെ പറ്റിയതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി വലിയ കഥയാ, പിന്നെ പറഞ്ഞുതരാം കേട്ടോ. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു, ഒരു പോലീസുകാരനും പറഞ്ഞില്ല. അപ്പൊ ആള് ഇനി ബാക്കി പറയും. എനിക്ക് പറയാനുള്ളത് ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ. എന്താണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു മൊമെന്റിൽ തോന്നുന്നത് എന്താണെന്ന്? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ബാക്കി പറ. സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അഭിമാനിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഭയങ്കര അഭിമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് സത്യാണോ ഇനി താങ്ങാണോ എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. പെട്ടെന്നൊരു കല്യാണം, അപ്പൊ ആരാണ് എന്താണ്? അപ്പം വധുവിനെ പറ്റി ഒന്ന് വിവരിക്കാവോ? എങ്ങനെയാണൊന്ന് പരിചയപ്പെടുത്താവോ? വധു ആതിര റോയി, പുള്ളിക്കാരത്തിന്റെ ആദ്യ വിവാഹമാണ്. പച്ചായന്റെ രണ്ടാമത്തെ എന്നെ പ്രാന്ത് പഠിപ്പിച്ചോണ്ടല്ലോ ഞാൻ ഈ ഇടവകയിൽ ഓടിയെടുത്ത് കല്യാണം കഴിച്ചറിയും, പിന്നെ എന്നെ പിടിച്ച കിട്ടിയ ചോദ്യം. ഞാൻ അവളെ ഒന്ന് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് കുറെ എണ്ണ ഇടിച്ചിരുത്താൻ തരുന്നു. അപ്പോൾ ആൾക്ക് 25 വയസ്സ് പ്രായമുള്ളൂ. എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല എൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അതായത് എൻ്റെ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ടു വാച്ചായിരുന്നു പുള്ളിക്കാർക്ക്. അപ്പം എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല. കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു ട്രോമയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. എനിക്ക് അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു വാതിൽ തുറന്നു തന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫിലേക്ക് പുള്ളിക്കാരത്തി എന്നെ ഇൻവൈറ്റ് ചെയ്തത്. സീരിയസ്ലി ഞാനല്ല എന്നെ ഇൻവൈറ്റ് ചെയ്തത്, പുള്ളിക്കാരത്തിയാണ് അതിൻ്റെ മുൻകൈ എടുത്തത് അല്ലേ. അപ്പം ആ ഒരു ബോൾഡ് ക്യാരക്ടറോട് കൂടി നിന്നിട്ട് നമ്മളോട് വരും, ഞാൻ നോക്കിക്കോളാം എന്നല്ലെങ്കിൽ വരും, നമുക്ക് ഒന്നിച്ച് നടക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന ഒരു സർപ്രൈസ് സംതിങ് ഉണ്ടല്ലോ. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെ പോലെ അവൾ വരുന്നത് നീ കണ്ടോ? അതെളിയാ, ഞാൻ കണ്ടു. ഒരു എനർജി ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഈ കല്യാണം ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിക്കുമ്പോൾ അതായത് താലി കഴുത്തിൽ വെക്കണ വരെ ഞാൻ ശരിക്കും പറഞ്ഞ എവിടെയാ ടിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ടിസ്റ്റ് ഒന്നുമില്ല ഗൈസ്. ആരാന്നാ പറഞ്ഞേ? എന്റെ ആരാന്നാ പറഞ്ഞേ? ഭാര്യ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എന്നോ ഇനി ആരെങ്കിലും കേട്ടു എന്നോ ഒന്നും വേണ്ട. പുള്ളിക്കാരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യ ഞങ്ങൾ വിവാഹം കഴിച്ചു, സന്തോഷമായിരിക്കുന്നു, ഹാപ്പി മൂഡാണ്, അമ്മച്ചി വീട്ടിലാണ്, ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് അമ്മച്ചിലേക്ക് പോവാണ്. ഇനി മുന്നോട്ടുള്ള അച്ഛന്റെ ഓരോ വീഡിയോസിലും ചേച്ചിനെ കാണാം. പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരും അടിച്ചു പൊളിക്കാൻ പോവാണ്. ഞങ്ങള് നാട്ടുകാര് കണ്ടിട്ട് ഇത് അടിച്ചുപൊളിയാണോ അല്ലെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്തായാലും ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പോവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം, വിമർശിക്കുന്നവരുണ്ടാകണം, അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചങ്കിൽ കൊറോണ പോലെ വിമർശിക്കാൻ നിൽക്കരുത്. ഒരു മയത്തിലൊക്കെ പണ്ടത്തെ അച്ചായനല്ല, ഇപ്പൊ ഒരു ഫാമിലി മാൻ ആയിട്ടുണ്ട്. സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പൊ ഉടനെ ഇനി ഹണിമൂൺ എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? നമുക്കൊരു ഹണിമൂൺ പാക്കേജ് ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. മിക്കവാറും ഞങ്ങള്
മൂന്നാറിലേക്കായിരിക്കും പോണത്. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ കാണും. ഉടനെയാണ്. മൂന്നാർ എന്റെ ഒരു ഡ്രീം ഏരിയ ആണ്. ഞാൻ നേരത്തെ ഇംഗ്ലണ്ടും അമേരിക്കയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മൂന്നാർ തന്നെ പോണം. എനിക്ക് അങ്ങനെയാണ് അല്ലേ? എനിക്ക് ആ തേയിലച്ചെടിയുടെ ഇടയ്ക്ക് കൂടിയൊക്കെ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. വണ്ടിയുടെ മേളിൽ തുറന്നു വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ആർക്കും ഉള്ളൊരു മറുപടിയോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമല്ല. എന്റെ ജീവിതമാണ്. ഞാൻ നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. സോ നമ്മളെല്ലാരും സന്തോഷമായിട്ട് ജീവിക്കും. 100% ഞാൻ യോജിക്കുന്നു. അടിച്ചു കളിക്കാൻ ഒരു യോ പറയുക രണ്ടുപേരും കൂടെ. പിന്നെന്താ അയ്യോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.